നമുക്കിന്ന് ഇടമറുകിൻ്റെ അനുസ്മരണത്തിലെ ആദ്യത്തെ ഒരു അനുസ്മരണ പ്രഭാഷണം എന്ന് പറയുന്നത് ശ്രീനി പട്ടത്താനാണ്. ശ്രീനി പട്ടത്താനത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഇടമറുകിൻ്റെ കൂടെ തന്നെ 10-40 വർഷം കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഇടമറുകിൻ്റെ ഒരു വലിയ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് കുറച്ച് സമയം മാത്രമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അദ്ദേഹം ആദ്യകാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ മതവിശ്വാസിയും മത പാഠശാലയിലെ അധ്യാപകനും സുവിശേഷ പ്രസംഗകനും ഒക്കെ ആയിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ക്ലാസ്സുകൾ തയ്യാറാക്കേണ്ടതായി വന്നപ്പോൾ ബൈബിൾ വളരെ വിശദമായി പഠിക്കാനിടയായി. പഠിച്ചു വന്നപ്പോൾ അതിനകത്തെ കല്ലുകളും മുള്ളുകളും ഉള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ യുക്തിബോധം അവിടെ സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോൾ യേശു എന്ന് പറയുന്ന അമാനുഷികനായ ആ ദൈവം കേവലം ഒരു മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. നമ്മുടെ നാരായണ ഗുരു ദീർഘകാലം മനുഷ്യനായി നടന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഗുരുവിനെ ദൈവമായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ അടുത്ത സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്നൊരു കുറിപ്പിൽ ഭഗവാൻ നാരായണ ഗുരു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ സൽപ്രവൃത്തി കൊണ്ട് അമാനുഷിക തലത്തിലേക്ക് ഉയർന്ന ഒരാളാണ് യേശു. അല്ലാതെ കേവലം പൊട്ടി വീണ ഒരു ദൈവമൊന്നുമല്ല എന്ന രീതിയിൽ ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി തയ്യാറാക്കി. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭ, ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക സഭ, അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. മകരം ചൊല്ലി അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. ശേഷം അവരുടെ പിന്നിൽ നിന്നുള്ള മോശപ്പെട്ട സമീപനങ്ങളും ഉണ്ടായി. അന്ന് ഇന്നത്തെ പോലെ അങ്ങനെ ഒരു മതേതരമായ അഭിപ്രായം പറഞ്ഞാൽ അയാളെ പിന്തുണയ്ക്കുവാനുള്ള ഒരു സമൂഹമൊന്നും കേരളത്തിലുണ്ടായിരുന്നില്ല. അന്ന് ആകെ ഉണ്ടായിരുന്നത് യേശുവിനെതിരെ പരസ്യമായി മറ്റൊരു പത്രം തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു മഹാൻ MC ജോസഫാണ്. യുക്തിവാദികളുടെ ആചാര്യൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ മാസിക മുടങ്ങാതെ പലപ്പോഴും വായിച്ചു വന്ന ഒരാളാണ് EMS നമ്പൂതിരിപ്പാട്. EMS എൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, MC ജോസഫിൻ്റെ യുക്തിവാദി മാസിക വായിച്ചാണ് ഞാൻ യുക്തിവാദവും ഭൗതികവാദവും കമ്മ്യൂണിസവും ഒക്കെ പഠിച്ചത്. അത്തരം ഒരു പ്രസിദ്ധീകരണം നീണ്ട 51 വർഷക്കാലം നടത്തിയ ആളാണ് MC ജോസഫ്. ഈ MC ജോസഫ് ശക്തനായ ആശയദാർഢ്യമുള്ള ആളാണ്. ആ കാലഘട്ടത്തിൽ മുതിർന്ന ഒരു വ്യക്തിത്വമാണ്. മുതിർന്ന ആൾക്കാരുമായി വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇടമറുക് ജൂനിയറാണ്. അപ്പോൾ ഇടമറുകിന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ, സഭയിൽ നോക്കിയുള്ള പ്രതിഷേധം ഉണ്ടായപ്പോൾ, പുറത്താക്കിയപ്പോൾ, ഭ്രഷ്ടേൽപ്പിച്ചപ്പോൾ വളരെ അപകടപ്പെട്ട് മാനസികമായി വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അഭയം പ്രാപിക്കാൻ ഉള്ള ഒരു അത്താണി എന്ന് പറയുന്നത് MC ജോസഫായിരുന്നു. ഈ MC ജോസഫിനോട് ചെന്ന് ഇദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അദ്ദേഹം കുറേ മിതവാദി കൂടി ആയിരുന്നതുകൊണ്ട് MC പറഞ്ഞു, ഇടമറുകെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോണ്ട, തൽക്കാലം അതങ്ങ് അവഗണിക്കുക, അവരൊക്കെ വലിയ വൻ കക്ഷികളാണ്, അവരോട്ടൊക്കെ യുദ്ധത്തിനൊന്നും പോകുന്നത് ഇപ്പം നല്ലതല്ല എന്ന് പറഞ്ഞ് അയക്കേ.
ഇത് ഇടമറിനെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കായി, ഭയങ്കര വേദനയായി. അതോടുകൂടി ഇടമറുക് MC-യുടെ മുഖ്യ ശത്രുവായി മാറുകയാണ്. തുടർന്ന് 1955 ഈ സമീപനത്തിനെതിരായി ചിന്തിക്കുന്ന ഉൽപ്പതിഷ്ണുക്കളായ കേരളത്തിലെ യുക്തിവാദികളായ ചെറുപ്പക്കാരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അഖില കേരള യുക്തിവാദ സംഘം എന്ന് പറഞ്ഞ ഒരു സംഘടന തന്നെ ഉണ്ടാക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി എന്നുള്ളതാണ്. ഇതിനിടയിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യകാല റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നിട്ടുണ്ട്. മലനാടൻ തൊഴിലാളികളുടെ സംഘടനകളുടെ നേതാവായിരുന്നിട്ടുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും 1934 ജനിച്ച അദ്ദേഹം 1955 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നിട്ട് യുക്തിവാദ സംഘം പ്രവർത്തനത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പുരസ്കാരത്തിന് വിധേയമാകുന്നുണ്ട്. അത് 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇടമറുകിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഏകദേശം 6 മാസത്തിലേറെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അത് ഒരു സമ്മാനമായിരുന്നു. കാരണം ഇടമറുക് അന്ന് രാജ്യദ്രോഹപരമായ ഒരു കുറ്റങ്ങളും ചെയ്തിട്ടില്ല. എന്നാൽ ആ വിധത്തിൽ നക്സലൈറ്റ് മുദ്രകുത്തിയാണ്, നക്സൽ മുദ്ര ചാർത്തി ആ വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ടാണ് ഇടമറിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 1955 മാർക്സിസം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് വന്ന ഒരാളെ നക്സലിസം എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് തീവ്രവാദമാണ്. ആ തീവ്രവാദത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജില്ലടച്ചു എന്നുള്ളതാണ് വിചിത്രമായ ഒരു സംഗതി. അതിന് നിരപരാധിയായ ഇടമറുക് ക്രൂശിക്കപ്പെട്ടു. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ 1985 കാലത്ത് യുക്തിവാദികളുടെ ഇടയിൽ തന്നെ 2 ചിന്താധാര വളർന്നു വന്നിരുന്നു. യുക്തിവാദികൾക്ക് മതങ്ങളുമായി സന്ധി ചെയ്തുകൊണ്ട് യുക്തിവാദ പ്രവർത്തനം നടത്താം, എന്നാൽ അത് പാടില്ല. യുക്തിവാദികൾ മതത്തിനെതിരായി പറയുന്നവർ മതേതരമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്ന 2 സമീപനം കേരള യുക്തിവാദി പ്രസ്ഥാനത്തിനുണ്ടായി. അതിൽ പാടില്ല എന്നുള്ള അഭിപ്രായത്തിൻ്റെ മുന്നണിയിലായിരുന്നു ഇടമറുക്. അത് വളർന്നു വന്നപ്പോൾ അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ലീഗുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ളതിനെപ്പോലും അന്ന് യുക്തിവാദികൾ ഒരു ഗ്രൂപ്പ് ന്യായീകരിച്ചു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചർച്ച സജീവമായി നിൽക്കുമ്പോൾ 1985 കൊല്ലത്ത് വെച്ച് യുക്തിവാദി സംഘം 2 ഗ്രൂപ്പായി മാറുമ്പോൾ അന്ന് ഉയർത്തിയ ഒരു മുദ്രാവാക്യം യുക്തിവാദികൾ മതത്തിൽ നിന്നും മാർക്സിസത്തിൽ നിന്നും മുന്നോട്ട് എന്നായിരുന്നു. അന്നൊരു പോസ്റ്റർ തന്നെ ആ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒട്ടിക്കുകയുണ്ടായി. ഇത് വലിയ പത്രസമ്മേളനം ഉൾപ്പെടെ വലിയ ചർച്ചയായി. അതിൻ്റെ ഫലമായി പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും സാംസ്കാരിക പ്രവർത്തകരുടെയിലും ഈ ചർച്ച വല്ലാതെ ഉരുണ്ടുമറിഞ്ഞു. അന്ന് ഇടമറുകിന് മറ്റൊരു പുരസ്കാരം കിട്ടി. ഇടമറുക് CIAയുടെ ചാരനാണ്. കാരണം അതുകൊണ്ടാണ് ഈ അഭിപ്രായം ഇങ്ങനെ ഉയർത്തിയത്. അതിന് അവർ സഹായകരമായൊരു സന്ദർഭം ചൂണ്ടിക്കാണിച്ചു. അമേരിക്കയിലുണ്ടായിരുന്ന യുക്തിവാദിയായ മഡാലിൻ മുറേ ഓഹയർ
വനിതയാണ്. അവർ കേരളത്തിൽ വന്നിരുന്നു. കേരളത്തിൽ വന്ന് യുക്തിവാദ സംഘത്തിൻ്റെ യോഗങ്ങളിലൊക്കെ സംസാരിക്കുകയും തിരിച്ച് അവർ പോകുമ്പോൾ ഇടമറുകിനെ ക്ഷണിക്കുകയും അതിൻ്റെ ഫലമായി അദ്ദേഹം അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ CIA ചാരനാണെന്ന് പറയുന്നവർക്ക് വളരെ എളുപ്പമായി ഈ ഒരു ബന്ധം പറയട്ടെ. അപ്പം അതിനുപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആര് വിമർശിച്ചാലും വിമർശിക്കുന്നവരൊക്കെ ശത്രുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. ഇടമറുക് ബൂർഷാസിയാണ്, കോർപ്പറേറ്റാണ്, വലതുപക്ഷക്കാരനാണ്. ഈ പ്രചരണങ്ങളുണ്ടായി. അപ്പോൾ അതുണ്ടാകുമ്പോൾ EMS നമ്പൂതിരിപ്പാട് അനവധി ലേഖനങ്ങൾ എഴുതി. ബൂർഷാ യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് അതിന് ഇടമറിൻ്റെ പുസ്തകങ്ങൾ മറുപടിയായിട്ടും വരുന്നുണ്ട്. ഈ ബൂർഷാ യുക്തിവാദി ആണ് ഇടമറുക് എന്നുള്ള അഭിപ്രായത്തിൽ അത് വലിയൊരു പ്രചരണമായി. അന്നും ഇടമറുക് പറഞ്ഞത് മാർക്സിസം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൽ ചില ശാസ്ത്രവിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട്, അതിനെയാണ് നിഷേധിക്കുന്നത്. മറിച്ച് ഒരു വലിയ സമൂഹം പീഡനം അനുഭവിക്കുന്ന, യാതന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വിശക്കുന്ന ഒരു വലിയ സമൂഹത്തിനെ ദോഷം ചെയ്യുന്ന രീതിയിലായി അല്ല ഈ അഭിപ്രായം. തത്വശാസ്ത്രത്തിലുള്ള അശാസ്ത്രീയതയെ ചൂണ്ടിപ്പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം അതോടുകൂടി ഇടമറുക് CIA ചാരനായി, നക്സലൈറ്റ് ആണെന്നുള്ള മുദ്രകുത്തി, ഇങ്ങനെ പല വിമർശനങ്ങൾക്കും അദ്ദേഹം വിധേയമായി ക്രൂശിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 1-2 പുസ്തകങ്ങളുണ്ട്. 170 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ഇടമറുക്. ഈ 170 ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും മതങ്ങളെക്കുറിച്ച് തന്നെ ഒരു വലിയൊരു സംഖ്യ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആഫ്രിക്കയെക്കുറിച്ചും അല്ലെങ്കിൽ ഉഗാണ്ടയെക്കുറിച്ചും ഒക്കെ പറയുന്ന രാജ്യങ്ങളുടെ സമ്പൂർണ്ണ ചരിത്രം പറയുന്ന പുസ്തകങ്ങൾ ഇടമറുക് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട 4 പുസ്തകങ്ങളെന്ന് പറയുന്നത്: 1 ഖുറാൻ വിമർശന പഠനം, 2 ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, 3 യുക്തിവാദ രാഷ്ട്രം, 4 കോവൂരിൻ്റെ സമ്പൂർണ്ണഗതികൾ, 5 കൊടുങ്കാറ്റുയർത്തിയ കാലം. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അതിൽ ഖുറാൻ വിമർശന പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകം കേരളത്തിൽ വലിയ ഇടിമുഴക്കം ഉണ്ടാക്കി. കാരണം ആ കാലഘട്ടം വരെ കേരളത്തിൽ ഖുറാനെതിരായി ആരും പരസ്യമായി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അത് ഇടമറുകിനെ സഹായിക്കാൻ ഒരു KK അബ്ദുല്ലി മാഷ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിനത് പരസ്യമായി പറയാൻ ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നോട്ട്സും ഹെൽപ്പും ഇടമറുക് കൊടുക്കുകയും ഇടമറുക് ആ പുസ്തകം ഇറക്കുകയും ചെയ്തെന്നുള്ളതാണ്. പക്ഷേ ആ സമയങ്ങളിൽ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് 2 സംഭവമുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേരിൽ. സാത്താനി വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പരിഭാഷ കൊണ്ട് തന്നെ നോവൽ രചന നടത്തിയ സൽമാൻ റുഷ്ദിയുടെ സാത്താനി വേഴ്സസ്, ഈ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇന്ത്യ വിട്ട് വിദേശത്ത് ഒളിവിൽ പാർക്കേണ്ടി വന്നു. ആ സമയത്ത് തന്നെയാണ് തസ്ലിമ നസ്രീൻ ലജ്ജ തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയത്. തസ്ലിമയ്ക്കും രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഇടമറുക് പരസ്യമായി, അത് 2 നോവലായിരുന്നു, കാവ്യമായി സാങ്കല്പികമായി ഖുറാനിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് 2 പേരാണ് നാടുവിട്ടിരിക്കുന്നത്. എന്നാൽ ഡയറക്റ്റായി പറഞ്ഞ ഇടമറുക് ഇവിടെ നിന്നു എന്നുള്ളതാണ്. പക്ഷേ ഇടമറിനെ വെറുതെ വിട്ടതൊന്നുമില്ല. കായികമായി ആരും അദ്ദേഹത്തെ ഇടപെട്ടില്ല. മറിച്ച് 35-ൽ പരം ഇസ്ലാമിനെ വിമർശിച്ചതിനുള്ള മറുപടി പുസ്തകങ്ങൾ കേരളത്തിലെ മിക്കവാറും എല്ലാ മുസ്ലിം വിഭാഗങ്ങളും
എഴുതി കേരളത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് മറുപടി. ഇതിനെല്ലാത്തിനും ഇടമുറ അവസാനം ടോട്ടലെ പിന്നൊരു മറുപടിയും പറയും. ഇതുപോലെ മറ്റൊരു പുസ്തകമാണ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അതിൽ പ്രധാനമായും പറയുന്നത് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഇവർ ചരിത്ര പുരുഷന്മാരല്ല, ഇവരെല്ലാം സങ്കല്പ കഥാപാത്രങ്ങളാണ്. അതിന് ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ 2000 വർഷത്തെ പഴക്കമേ ഉള്ളൂ. 2000 വർഷത്തെ പഴക്കം ഉള്ള ക്രിസ്തുവിൻ്റെ കഥയിലുള്ള പല കാര്യങ്ങളും വന്നിരിക്കുന്നത് ഭാരതത്തിൽ BC 1-നും 400-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ വൈഷ്ണവ മതം അല്ലെങ്കിൽ കൃഷ്ണകഥകൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പറയുന്ന പല കഥകളും കഥാപാത്രങ്ങളും പേരുകളും ഒക്കെ തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കൃതികൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ സീനിയോറിറ്റി ഏതെന്ന് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ബൈബിളിനേക്കാൾ സീനിയോറിറ്റി മറ്റ് വൈഷ്ണവ കഥകളിൽ കാണുന്നു. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഇത് രണ്ടും പരിശോധിച്ച് വരുമ്പോൾ ഇതിൻ്റെ അടിവേര് വീണ്ടും കിടക്കുന്നത് ഇവിടെയൊന്നുമല്ല. BC 400-നും 800-നും ഇടയിലാണ് ബുദ്ധമതത്തിൻ്റെ കാലഘട്ടം. ബുദ്ധമതത്തിൽ പറയുന്ന പല കാര്യങ്ങളും ബൈബിളിൽ പറയുന്നുണ്ട്. ധർമ്മപാത ത്രിപിടം എന്ന് പറയുന്ന ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മുടെ ബുദ്ധാഭിഷുവായ ആനന്ദൻ്റെ കഥ, ദാഹിക്കുന്നു പകിനീകൃപാരസം മോഹനം കുളിർ തണ്ണീരുദാശു നീ എന്ന് നമ്മുടെ കുമാരനാശാൻ പാടിയ ആനന്ദഭിഷുവിൻ്റെ മുമ്പിൽ വരുന്ന യുവതിയുടെ ആ കഥ. അപ്പോൾ അവൾ ജാതി ചോദിക്കുന്നില്ല സോദരി, ചോദിക്കുന്നു നീർ നാവുകറണ്ട് ദാഹജലം നീ തരിക എന്ന് ആനന്ദഭിക്ഷു യുവതിയോട് പറയുന്ന ആ സന്ദർഭം സമരിയക്കാരിയായ സ്ത്രീയോട് യേശു ചോദിക്കുമ്പോൾ യേശു ഇതേ രീതിയിൽ പറയുന്നതായി ഉള്ള കഥയുണ്ട്. അത് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ നിന്നുള്ള താരതമ്യ പഠനങ്ങളിൽ ഇതിൻ്റെ വൈഷ്ണവ കഥകളുടെയും അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കഥയും ക്രിസ്തുവിൻ്റെ കഥയുടെയും അടിവേരുകൾ ബുദ്ധമതത്തിൽ കിടക്കുകയാണ് എന്നുള്ളതിന് അനവധി തെളിവുകൾ അദ്ദേഹം അക്കമിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ സമയപരിമിതി കൊണ്ട് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ശ്രദ്ധിക്കപ്പെട്ട ഗ്രന്ഥം മലയാളികളുടെ ഇടയിൽ വളരെ ചിന്താവിപ്ലവം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രധാന ഗ്രന്ഥമാണ് യുക്തിവാദ രാഷ്ട്രം. ഒരു ദാർശനികനായിരുന്നു. ദാർശനിക സമീപനം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇടമകന് യുക്തിവാദ രാഷ്ട്രം എന്നൊരു പുസ്തകം എഴുതാൻ കഴിയുന്നത്. കേരളത്തിൽ പ്രഗത്ഭരായ അനവധി യുക്തിവാദികളുണ്ട്, ഒരുപാട് മഹാഗ്രന്ഥങ്ങൾ എഴുതിയവരുണ്ട്. പക്ഷേ അവരാരും തന്നെ ഈ ഒരു വ്യൂവിൽ, ഈ ദാർശനികമായ സമീപനത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഒരു മാർക്സിയൻ ദാർശനിക സമീപനങ്ങളുടെ സ്വാധീനം കൊണ്ടാണോ എന്തായാലും ഇടമറുകിന് അങ്ങനെ ഒരു ദാർശനിക സമീപനം ഉണ്ടായിരുന്നു. ദാർശനികതൊന്നും ഇപ്പം നമ്മൾ യുക്തിവാദികൾ പലരും അംഗീകരിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു സങ്കല്പം, ഇമാജിനേഷൻ മനസ്സിൽ കൊണ്ടിട്ട് അത് സാക്ഷാത്കരിച്ചെടുക്കുക, ആ രീതിയിൽ യുക്തിവാദികൾക്കും ഭാവിയിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയും. മറ്റ് പലർക്കൊക്കെ രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് യുക്തിവാദികൾക്ക് രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയത്തില്ല? ആ രീതിയിലേക്ക് ഇടമർക്ക് ചിന്തിച്ചു എന്നുള്ളതാണ്. സാധാരണ നമ്മളെല്ലാവരും യുക്തിവാദത്തെ സൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ യാഥാർത്ഥ്യം കണ്ടെത്തുന്ന സമീപനത്തെയാണ് യുക്തിവാദം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതൊരു ജീവിതചര്യയാണെന്ന് പറയുന്നു, അത് മതങ്ങൾക്ക് എതിരായ യുദ്ധത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ഇതെല്ലാം ഒരു പ്രിലിമിനറി സ്റ്റേജാണ്. ഇവിടെയാണ് നമ്മളെ ഭൂരിഭാഗം ആൾക്കാർ നിൽക്കുന്നത്. പക്ഷേ ഇവരിൽ നിന്നെല്ലാം ഒരുപടി മുന്നിലോട്ട് കയറിയിട്ട് ഒരു യുക്തിവാദ രാഷ്ട്രസങ്കല്പത്തിലേക്ക് ഈ സിദ്ധാന്തത്തെ കൊണ്ടുവന്നെത്തിച്ചാൽ അങ്ങനെ ഒരു രാഷ്ട്രം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു സയൻറ്റിഫിക്കായ രാഷ്ട്രം തന്നെ എടുക്കാൻ കഴിയും. ഒരു നവമാനവ ലോകം സൃഷ്ടിക്കാൻ കഴിയും. ഒരു മതാനന്തര ലോകം സൃഷ്ടിക്കാൻ കഴിയും. ഒരു മതനിരപേക്ഷമായ സംസ്കാരം സൃഷ്ടിക്കാൻ കഴിയും എന്ന് അദ്ദേഹം അതിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ അതിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അങ്ങനെ ഒരു രാഷ്ട്രം വന്നാൽ എങ്ങനെ പിന്നെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കണം, അതൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സമയപരിമിതി
ഏകദേശം എനിക്ക് അനുവദിച്ചുള്ള സമയം തീരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാലും ഇടമറുക് എൻ്റെ ഒരു നീണ്ടകാല പ്രവർത്തന മണ്ഡലം കോട്ടയവും ഡൽഹിയുമായിരുന്നു. അതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്ത് കോട്ടയത്ത് ഉള്ള മലയാള മനോരമ ഇയർ ബുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം 13 വർഷക്കാലം സൃഷ്ടിച്ച് എഡിറ്റ് ചെയ്ത് നടത്തിയത് ഇടമറിൻ്റെ പത്രാധിപത്യത്തിലാണ്. ഇടമറിൻ്റെ കാലത്താണ് മലയാള മനോരമയിൽ ഈ ഒരു സാധനം ജന്മം കൊള്ളുന്നത്. അതുപോലെ തന്നെ മനോരാജ്യത്തിൻ്റെ പത്രാധിപരായിരുന്നു, കേരളഭൂഷണത്തിൻ്റെ പത്രാധിപരായിരുന്നു. അതിനുപരി ജനയുഗത്തിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചു. കേരള ശബ്ദത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ജോലി കേന്ദ്രമായിരുന്നു. ജനയുഗത്തിൻ്റെ കാര്യം പറയാതെ പോകാൻ കഴിയുന്നില്ല. ജനയുഗത്തിൽ ഡോക്ടർ എ.ടി. കോരെന്ന് പറയുന്ന ഒരു പ്രമുഖനായ യുക്തിവാദിയെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ പിന്നിൽ പങ്ക് ഇടമറിനുണ്ട്. കാരണം അന്ന് മതവുമായി സന്ധി ചെയ്തായിരുന്നു പ്രധാനപ്പെട്ട പ്രമുഖ യുക്തിവാദികളൊക്കെ നിന്നപ്പോൾ അവർക്കെതിരെ പൂർണ്ണമായും മതസന്ധിയില്ലാത്ത ശാസ്ത്രീയമായ വ്യക്തിത്വമുള്ള ഒരു ബിംബത്തെ സൃഷ്ടിക്കാൻ ഇടമറുക് ബോധപൂർവ്വം സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ട് ബോധപൂർവ്വം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിന് സിലോണിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യം മുഴുവൻ പരിഭാഷ ചെയ്ത് ജനയത്തിൽ കൊണ്ടുവന്നു. അതിലൂടെ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കോവൂരിനെ മനസ്സിലാക്കി. കോവൂരിൻ്റെ ആശയങ്ങളിൽ ആകർഷകരായിട്ട് കേരളത്തിൽ കോവൂര് വരുമ്പോൾ അനവധി കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു കോവൂരിനെ സൃഷ്ടിക്കാൻ ഇടമറുകിന് കഴിഞ്ഞു. അത് കാമ്പശ്ശേരി കണ്ണാൻ്റെ പത്രാധിപത്യത്തിലായിരുന്നു അത് നടന്നത്. അത് ആ കാലഘട്ടത്തിൽ യുക്തിവാദം കേരളത്തിൽ തീപ്പൊരിയായി വളർത്തുന്നതിന് ജനയും വലിയൊരു പങ്കുവഹിച്ചിരുന്നു. നീണ്ടകാലം കേരള ശബ്ദത്തിൽ അദ്ദേഹം പത്രപ്രവർത്തകരായിരുന്നു. കേരള ശബ്ദം എന്ന് പറയുന്നത് സ്വതന്ത്ര രാഷ്ട്രീയ വാരിക അന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പത്രമായിരുന്നു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത നിയമസഭ ചർച്ചയ്ക്ക് വിധേയമാകുമായിരുന്നു. അന്ന് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നു. സെൻസേഷണൽ ജേർണലിസവും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെയും പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഇടമറുക്. വളരെ ശക്തനായ പത്രപ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് ആഴ്ചതോറും ലക്കങ്ങൾ കൂടുന്നതിന് സഹായിച്ചിരുന്നു. അപ്പം അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദീർഘകാലം നടത്തി വന്ന ഒരു വലിയ അച്ചുതണ്ടാണ് കേരള ശബ്ദം എന്ന് പറയുന്നത്. കേരള ശബ്ദത്തിൽ ആ കാലഘട്ടത്തിൽ ഇടമറുക് എഴുതുന്ന ലേഖനങ്ങൾ വായിച്ചു വെച്ച് വരുമ്പോൾ ആഴ്ചയിൽ 3-4 ലേഖനങ്ങളാണ് വരുന്നത്. ഇത് വായിച്ചു വെച്ച് കേരളത്തിലുള്ള വലിയ സമൂഹം തന്നെ ഒരു മസ്തിഷ്ക പ്രക്ഷാളന വിധേയമായിട്ട് ഇടമറുകിൻ്റെ സൃഷ്ടികൾ മാത്രം ആകർഷകരായി എന്നൊരവസ്ഥയിലേക്ക് വന്നു.